ഇൻഡെക്സ് നമ്പേഴ്സ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനിലേക്കാണ് പോകുന്നത്. ഇൻഡെക്സ് നമ്പേഴ്സ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് പ്രൈസ് ഇൻഡെക്സ് നമ്പറും രണ്ട് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പറും. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ റിലേറ്റീവ് പ്രൈസ് ചേഞ്ച്, ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടാകുന്ന റിലേറ്റീവ് ചേഞ്ച് കണ്ടുപിടിക്കാനുള്ളതാണ്. ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി അതിൻ്റെ ക്വാണ്ടിറ്റിയിലുണ്ടാകുന്ന ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയുടെ റിലേറ്റീവ് ചേഞ്ച് കണ്ടുപിടിക്കുന്നതാണ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് രണ്ടെണ്ണം ഉള്ളത്. ഇനി പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ്, ഇറ്റ് മെഷേഴ്സ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോർ എ ഗിവൺ പീരീഡ് ഇൻ കമ്പാരിസൺ വിത്ത് അനദർ പീരീഡ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡ് അതിലുള്ള പ്രൈസ്, ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസ് അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പീരീഡ്, രണ്ട് പീരീഡിലെ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസ് അവ തമ്മിലുള്ള കമ്പാരിസൺ, അതിലവരുടെ പ്രൈസ് ചേഞ്ച്, റിലേറ്റീവ് പ്രൈസ് ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് മെത്തേഡ്സ് ആണ്, ഒന്ന് അൺവെയ്റ്റഡും രണ്ട് വെയ്റ്റഡും. വെയ്റ്റഡ് മെത്തേഡ്സ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അൺവെയ്റ്റഡ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മെത്തേഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളാണ്. ഇൻഡെക്സ് നമ്പേഴ്സ് പലപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. സോ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്താണ് എന്നുള്ളത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ റിലേറ്റീവ് പ്രൈസ് ചേഞ്ച് കാണാനുള്ള മെഷറാണ് ഇൻഡെക്സ് നമ്പർ, പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അൺവെയ്റ്റഡ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡ്. ഓക്കെ, സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡ് കാണാനുള്ള ഇക്വേഷൻ സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. ഇത് കണ്ടിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട, വളരെ സിമ്പിളാണ്. P1 എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് ഇയർ പ്രൈസ്, ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ കറണ്ട് ഇയർ പ്രൈസ്. P0 എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ബേസ് ഇയർ പ്രൈസാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. കമ്മോഡിറ്റീസ് വന്നിട്ടുണ്ട്. പ്രൈസ് ഇൻ 2008, പ്രൈസ് ഇൻ 2010. ABCD 5 കമ്മോഡിറ്റീസാണ്. എന്ന് പറഞ്ഞ കമ്മോഡിറ്റിയുടെ പ്രൈസ് 2008 5 ആയിരുന്നു, 2010 7 ആയിരുന്നു. ബി എന്ന് പറഞ്ഞ കമ്മോഡിറ്റിയുടെ പ്രൈസ് 2008 8 ആയിരുന്നു, 2010 9 ആയിരുന്നു. സിയുടെ 2008 12, 2010 15. അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. അപ്പോൾ ഈ പറയുന്ന മുന്നിൽ പറഞ്ഞ ഒരു ടേബിൾ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ എഴുതുന്നു. ഇനി ഇവിടെ P1 P0 എന്താണ്? ഇതിൽ തന്നിട്ടുള്ള ആദ്യത്തെ ഇയർ നമ്മൾ ബേസ് ഇയർ, അത് അപ്പോൾ എന്താ P0 ആക്കിയിട്ട് എടുക്കാം. ഇവിടെ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ 2008 2010ലെയും പ്രൈസിൻ്റെ കമ്പാരിസണാണ്. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് 2008 ആണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ബേസ് ഇയർ ഒക്കെ എഴുതുന്നത്, അതാണ് P0. ഓക്കെ, ഇനി രണ്ടാമത് 2010ലെ പ്രൈസ്, അതാണ് P1. ഓക്കെ, അപ്പോൾ ABCD കമ്മോഡിറ്റീസ് എന്നുണ്ട്. പ്രൈസ് ഇൻ 2008 ആൻഡ് പ്രൈസ് ഇൻ 2010. ഓക്കെ, അപ്പോൾ നമ്മൾ P0 P1 കിട്ടി. ഇനി ഇക്വേഷൻ അതുപോലെ യൂസ് ചെയ്യുന്നതാണ്. സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻഡെക്സ് നമ്പർ, പ്രൈസ് ഇൻഡെക്സ് നമ്പറിൻ്റെ വാല്യൂ കാണും. സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. ഇവിടെ ആദ്യം സിഗ്മ P1 എന്ന് പറഞ്ഞാൽ P1ൻ്റെ സമ്മാണ്. P1ൻ്റെ സം എത്ര കിട്ടുന്നത്? 7 + 9 + 15 + 24 + 4 ആഡ് ചെയ്താൽ 59 കിട്ടും. ഓക്കെ, 59. അതുപോലെ പ്രൈസ് ഇൻ 2008, അതായത് P0, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 5 + 8 + 12 + 25 + 3, ദിസ് ഇസ് 53, റൈറ്റ്? 53. സോ ഇത് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത്
സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100 ഇക്വേഷൻ അറിയാം. സിഗ്മ P1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റൈറ്റ്, ഇറ്റ് ഇസ് 59 ആൻഡ് സിഗ്മ P0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 53 ആണ്. ആൻഡ് ഇൻഡെക്സ് നമ്പർ ആയതുകൊണ്ട് ഇൻറ്റു 100 മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 111.38. ഓക്കെ, ഇതാണ് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൈസ് ഇൻഡെക്സ് നമ്പർ കാണുന്ന മെത്തേഡ്. ഓക്കെ, വളരെ സിമ്പിളാണ്. സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. P0 എന്നാണ് ബേസ് ഇയർ, P1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് എന്ന് പറയും. സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻ ദിസ് പ്രൈസ് റിലേറ്റീവ് ഫോർ ഈച്ച് ഐറ്റം ഈസ് ഫൗണ്ടഡ്. പ്രൈസ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ ബൈ ബേസ് ഇയർ, കറണ്ട് ഇയർ പ്രൈസ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100. ദെൻ ദി ആവറേജ് ഓഫ് ദീസ് റിലേറ്റീവ്സ് ഈസ് ഫൈൻഡ് ഔട്ട്. ഓക്കെ, ദെൻ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ സിഗ്മ I ബൈ N ആണ്. വേർ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P1 ബൈ P0 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ കാണേണ്ടതെന്ന് പറഞ്ഞാൽ പ്രൈസ് റിലേറ്റീവ് കാണാം. പ്രൈസ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കറണ്ട് ഇയർ പ്രൈസ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ പ്രൈസ് റിലേറ്റീവ് കിട്ടും. ദെൻ ആവറേജ് ഓഫ് ദീസ് റിലേറ്റീവ്സ്, ഈ പ്രൈസ് റിലേറ്റീവ്സ് ഓരോന്നിനെ കിട്ടും. എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുക്കും. ദെൻ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ സിഗ്മ I ബൈ N ആണ്. ദാറ്റ് ഈസ് I ഈക്വൽ ടു P1 ബൈ P0 ഇൻറ്റു 100. അതാണ് പ്രൈസ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ P1 ബൈ P0 ഇൻറ്റു 100, ഓരോ ഐറ്റത്തിൻ്റെയും P1 ബൈ P0 ഇൻറ്റു 100 കാണാം. എന്നിട്ട് അതിൻ്റെ സം എടുക്കുക, ഡിവൈഡ് ബൈ എത്ര ഐറ്റം, എത്ര നമ്പർ ഉണ്ടോ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നിട്ടുള്ളത് ഐറ്റംസ് ആണ്. ഐറ്റംസ് തന്നിട്ടുള്ളതിൽ ഓക്കെ 1 2 3 4 5 ഐറ്റംസ് തന്നിട്ടുണ്ട്. പിന്നെ പ്രൈസ് ഇൻ ബേസ് ഇയർ, പ്രൈസ് ഇൻ കറണ്ട് ഇയർ. അപ്പോൾ പ്രൈസ് ഇൻ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഇയറാണ് തന്നിട്ടില്ല. അപ്പോൾ ബേസ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് മതി. ബേസ് ഇയർ ആണെങ്കിൽ നമുക്ക് അതിന് എന്തെടുക്കാം, P0 എന്ന് എടുക്കാം. അതുപോലെ പ്രൈസ് കറണ്ട് ഇയറിൽ പ്രൈസിനെ നമ്മൾ എന്ത് ചെയ്യണം, P1 ആക്കി എടുക്കാം. ഇത്ര ഉള്ളതിൽ ബേസ് ഇയർ പ്രൈസ് P0 അതുപോലെ പ്രൈസ് കറണ്ട് ഇയർ പ്രൈസ് P1 എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് പ്രൈസ് റിലേറ്റീവ് ആണ്. പ്രൈസ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ I ആണ്, ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ I. ഓക്കെ, അപ്പം 5 ഇൻറ്റു 7 ഇസ് I എന്ന് പറഞ്ഞാൽ P1 ബൈ P0 ഇൻറ്റു 100, P1 ബൈ P0 ഇൻറ്റു 100. അപ്പോൾ P1 എത്രയാണ്, 7 ആണ്. 7 ബൈ 5 ഇൻറ്റു 100 ആണ് നമ്മളിവിടെ കാണുന്നത്. 7 ബൈ 5 ഇൻറ്റു 100. സോ ആദ്യത്തെ 7 ബൈ 5 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 140 ആണ്, 140. രണ്ടാമത്തത് 12 ബൈ 10 ഇൻറ്റു 100, 12 ബൈ 10 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 120 കിട്ടും. അടുത്തത് 25 ബൈ 15 ഇൻറ്റു 100, 25 ബൈ 15 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 166.7 ആണ് കിട്ടുക. ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് 18 ബൈ 20 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 90 കിട്ടും. അതുപോലെ 9 ബൈ 8 ഇൻറ്റു 100, ദാറ്റ് ഈസ് 112.5. ഓക്കെ, ഇപ്പോൾ നമുക്ക് I കിട്ടി. ഇനി ദിസ് ഇസ് പ്രൈസ് റിലേറ്റീവ്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസ് റിലേറ്റീവ് നമുക്ക് കിട്ടി. ഈ പ്രൈസ് റിലേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ആവറേജ് കാണും. അപ്പം നമുക്ക് പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ് സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ്. അപ്പം നമുക്ക് ഇൻഡെക്സ് നമ്പർ കാണാനാണ് നമ്മൾ സിമ്പിൾ ഇൻഡെക്സ് നമ്പർ എന്നും പറയാറുണ്ട് കേട്ടോ. സിമ്പിൾ ഇൻഡെക്സ് നമ്പർ. ഓക്കെ, സിമ്പിൾ ഇൻഡെക്സ് നമ്പർ എന്നും പറയാറുണ്ട്. സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് ആണ്. അതിന് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സിമ്പിൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയാറുണ്ട്. സിമ്പിൾ ഇൻഡെക്സ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ I ബൈ N ആണ്. അപ്പോൾ I നമുക്കറിയാം എന്താണ് 140, 120, 166.7, 90, 112.112.5. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ആഡ് ചെയ്യുന്നു. എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുന്നത്, ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക. 140 പ്ലസ് 120 പ്ലസ് 166.7 പ്ലസ് 90 പ്ലസ് 112.5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 629.2 ആണ്. ഓക്കെ, 629.2
ഡിവൈഡ് ബൈ n എത്രയാണ്, നമുക്ക് 5 ഐറ്റംസല്ലേ തന്നിട്ടുള്ളത്, 5 items ആണ് തന്നുള്ളത്. സോ ഡിവൈഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത് ആൻസർ എന്ത് കിട്ടും? ആൻസർ വിൽ ബി 125.84. 125.84. അപ്പോൾ ഇതാണ് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയും. റൈറ്റ്. ഇനി അടുത്തത് വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡ്. ഓക്കെ, വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡ് എന്താണ് എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എക്സാമിന് ഇതുപോലെ തന്നെ ആയിരിക്കും ചോദിക്കുക, വേറെ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും ചോദിക്കില്ല. എക്സാക്റ്റ് ഈ കാര്യങ്ങൾ മാത്രം, എന്താണ് P0 എന്താണ്, P1 എന്താണ്, Q0 എന്താണ്, Q1 എന്താണ്, ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ P0 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻ ബേസ് ഇയർ ആണ്. P1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻ കറണ്ട് ഇയർ ആണ്. അതുപോലെ അങ്ങനെയാണെങ്കിൽ Q0 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഇൻ ബേസ് ഇയർ ആയിരിക്കും. അതുപോലെ Q1 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഇൻ കറണ്ട് ഇയർ. ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൽ ഒന്നാമത്തെ വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡ്സിൽ ഒന്നാമത്തെ മെത്തേഡാണ് ലാസ്റ്റ് പെയേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻവെൻറ്റ് ചെയ്ത ആളെ പേരാണ് ലാസ്റ്റ് പെയർ, ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യനാണ്. ലാസ്റ്റ് പെയേഴ്സ് മെത്തേഡ് അയാളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. ഓക്കെ. അടുത്ത പാഷേഴ്സ് മെത്തേഡ്. പാഷ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യനാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത്. സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q0. ഇക്വേഷൻ പഠിക്കാനും വളരെ എളുപ്പമാണ്. P1 Q0 ആയിരുന്നു ലാസ്റ്റ് പേഴ്സിൻ്റെ, P1 Q0 P0 Q0 ആണ്. ഇത് P1 Q1 ആണ്. ഇവിടെ Q0ൻ്റെ പകരം Q1 വന്നു എന്ന് മാത്രം. പാഷേഴ്സ് മെത്തേഡ് സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. അടുത്ത ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ്. ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ് ഒരു റൂട്ട് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ് ഈ റൂട്ട് കോമൺ ആണ് കേട്ടോ. സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. ഓക്കെ. അപ്പം ലാസ്റ്റ് പേഴ്സ് മെത്തേഡിൽ ആദ്യം നമ്മൾ ഇത് കാണുന്നുണ്ട്, സിഗ്മ P1 Q0 സിഗ്മ P0 Q0, അതാണ് ഇവിടെ എഴുതുന്നത്. ദെൻ പാഷേഴ്സ് മെത്തേഡിൽ സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ റൂട്ട് എടുക്കുന്നു ഇൻറ്റു 100. ഓക്കെ. ദിസ് ഇസ് ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ്. ഇനി അടുത്തത് ഡോർബിഷ് ആൻഡ് ബൗളിഷ് മെത്തേഡ്. സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100. ഓക്കെ. നേരത്തെ പറഞ്ഞ സെയിം സാധനം ലാസ്റ്റ് പേഴ്സ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ പ്ലസ് പാഷേഴ്സ് മെത്തേഡ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ രണ്ടും കൂടി ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ 2 എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ. ദെൻ മാർഷൽ എഡ്ജ്വർത്ത് മെത്തേഡ്. മാർഷൽ എഡ്ജ്വർത്ത് മെത്തേഡ്. ഓക്കെ. സിഗ്മ P1 Q0 പ്ലസ് സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P0 Q1. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിരുന്നത്. ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഈ വര നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇത് സെപ്പറേറ്റ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സിഗ്മ P1 Q0 പ്ലസ് സിഗ്മ P1 Q1 ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P0 Q1. ഓക്കെ. ഇൻറ്റു 100. സെയിം ടേമാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് ഫോർമുല പഠിക്കാൻ പോലും. അടുത്ത കെല്ലീസ് ഫിക്സഡ് വെയ്റ്റ് മെത്തേഡ്. കെല്ലി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യനാണ് ഇത് കൊണ്ടുവന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലാണ്. നമുക്ക് നോക്കാം സിഗ്മ P1 Q ഡിവൈഡ് ബൈ സിഗ്മ P0 Q ഇൻറ്റു 100. ഓക്കെ. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ തന്നിട്ടുള്ള ഡാറ്റ നോക്കുക, അതിൽ ഏതൊക്കെയാണ് ഉള്ളത്, അതിനനുസരിച്ചാണ് നമുക്ക് ഇൻഡെക്സ് നമ്പർ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. ഓക്കെ. ഇപ്പോൾ സപ്പോസ് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ പ്രൈസ് ഇൻ കറണ്ട് ഇയറും ബേസ് ഇയർ തന്നിട്ടുണ്ട്, അതുപോലെ ക്വാണ്ടിറ്റി ഇൻ ബേസ് ഇയർ മാത്രം തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് പേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ. ഇനി പാഷേഴ്സ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് ഇൻ കറണ്ട് ഇയറും ബേസ് ഇയറും തന്നിട്ടുണ്ട്, അതുപോലെ ക്വാണ്ടിറ്റി ഇൻ കറണ്ട് ഇയർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
പാഷ്യസ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ചിലപ്പം ചില ക്വസ്റ്റ്യനിൽ എന്താണ് ചെയ്യേണ്ടത്, ഏത് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഇൻഡെക്സ് നമ്പർ കാണണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഡാറ്റ തന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, ലാസ്പേഴ്സ്, പാഷ്യസ്, ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ്, ഡോർബിഷ് ആൻഡ് ബോളിഷ് മെത്തേഡ്, മാർഷൽ എഡ്ജ്വർത്ത് മെത്തേഡ്, ദെൻ കെല്ലീസ് ഫിക്സഡ് വെയ്റ്റ് മെത്തേഡ്. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് ആണ് പറഞ്ഞത്. അതിൻ്റെ കറസ്പോണ്ടിങ് ഫോർമുലാസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Then from the following data, construct indices for 2020 taking 2019 as base by using every method. ഏതൊക്കെ മെത്തേഡ്സ് എന്ന് പറയുന്നത്, കമ്മോഡിറ്റി തന്നിട്ടുണ്ട്. 2019 2020 കമ്പാരിസൺ ആണ്. ഓക്കെ, ഇവിടെ 2019 ക്വാണ്ടിറ്റി പ്രൈസ് തന്നിട്ടുണ്ട്, 2020 ക്വാണ്ടിറ്റി പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാം 2019 2020 ആണ്. അപ്പോൾ 2019 ആണ് നമ്മുടെ ബേസ് ഇയർ. ഓക്കെ, കാണുമ്പോൾ തന്നെ അറിയാം ഇത് കറണ്ട് ഇയർ. 2019 അപേക്ഷിച്ച് 2020 ചേഞ്ചാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം ബേസ് ഇയർ ക്വാണ്ടിറ്റി 2019 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താക്കി എടുക്കണം, ക്യൂ നോട്ട് ആക്കി എടുക്കണം. ക്യൂ നോട്ട് പ്രൈസ് 2019 ബേസ് ഇയർ പ്രൈസ് P0 എടുക്കുക. അതുപോലെ ഇത് 2020 ക്വാണ്ടിറ്റി ക്യൂ നോട്ട് പ്രൈസ് P1 പ്രൈസ് P1 കറണ്ട് ഇയർ. ഓക്കെ, അത്രയും തന്നിട്ടുണ്ട്. കമ്മോഡിറ്റീസ് ABCD തന്നിട്ടുണ്ട്. ദെൻ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൈസ് തന്നിട്ടുണ്ട്. 2020 അതുപോലെ ക്വാണ്ടിറ്റി പ്രൈസ് തന്നിട്ടുണ്ട്. ഇത് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ലാസ്പേഴ്സ് മെത്തേഡ് വെച്ചിട്ട് പാഷ്യസ്, ഫിഷേഴ്സ്, ദെൻ ഡോർബിഷ് ആൻഡ് ബോളിഷ്, ദെൻ മാർഷൽ എഡ്ജ്വർത്ത് മെത്തേഡ്. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ ഇൻഡെക്സ് നമ്പർ കാണുക എന്നുള്ള ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നമ്മളെല്ലാ ഫോർമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഡാറ്റ അത് നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം ഐറ്റം തന്നിട്ടുണ്ട്, ബേസ് ഇയർ, കറണ്ട് ഇയർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡാറ്റാസ് തന്നിട്ടുള്ള ഡാറ്റ നമ്മൾ അതുപോലെ ആക്കി അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇപ്പം ലാസ്പേഴ്സ് മെത്തേഡ്, പാഷ്യസ് മെത്തേഡ്, ഫിഷേഴ്സ് അങ്ങനെയുള്ള എല്ലാ 5 മെത്തേഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം Q0, P1, Q1, P1 ഈ 4 കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓരോ ഫോർമുലയിലും മെയിനായിട്ട് വേണ്ടത് നമ്മൾ ഇപ്പം നേരത്തെ ഡിസ്കസ് ചെയ്ത് P1 Q0 വേണം, P0 Q0 വേണം, P1 Q1 വേണം, P0 Q1 വേണം. അപ്പോൾ നമ്മൾ ആദ്യം അതങ്ങനെ ജസ്റ്റ് കണ്ടു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും എല്ലാ ഫോർമുല വെച്ചിട്ടും ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഒന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ P1 Q0. ഇത് നമ്മൾ P1 എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ്, റൈറ്റ്, കറണ്ട് ഇയർ പ്രൈസ്. ദെൻ Q0 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 10 × 40 ദാറ്റ് ഇസ് 400, റൈറ്റ്. ഇനി അടുത്തത് P0 Q0. P0 എത്ര, 12 ആണ്, Q0 40 ആണ്. അപ്പോൾ നമുക്ക് 12 40 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 480. ഇനി P1 Q1. P1 10 ആണ്, Q1 60 ആണ്. സോ നമുക്ക് 600 കിട്ടും. ദെൻ P0 Q1 എന്ന് 12, Q1 എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ നമുക്ക് 12 × 60 എത്ര കിട്ടും, 720. സോ അങ്ങനെ ഓരോ കോളം നമ്മൾ ഫില്ല് ചെയ്യാം. അപ്പം അഗൈൻ ബീൻ്റെ എയുടെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി ബിയുടെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. P1 Q0. P1 എത്ര, 16, Q0 എത്രയാണ്, 50. അപ്പോൾ 16 × 50 എത്രയാണ്, 800. ദെൻ P0 Q0 എത്ര, 20 ആണ്, Q0 50, സോ 1000, റൈറ്റ്. ദെൻ P1 Q1 എത്രയാണ്, 16 ആണ്, Q1 എത്രയാണ്, 60 ആണ്. സോ ദാറ്റ് ഈസ് 960. ദെൻ P0 Q1 എത്ര, P0 20 ആണ്, Q1 60. സോ വിൽ ഗെറ്റ് 1200, റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി സിയുടെ, ഡിയുടെ, ഇയുടെ ജസ്റ്റ് ഫില്ല് ചെയ്യാം. അപ്പം സി നോക്കുകയാണെങ്കിൽ 240, P1 Q1, P0 Q0 160, ദെൻ 180, ദെൻ 120. ഇത് എഴുതിയെടുത്തിട്ട് ചെയ്യണം. ദെൻ നമുക്ക് കിട്ടുന്നത് 640. ദെൻ P1 Q0 അല്ല, P1 Q0 ആകുമ്പോൾ P1 Q0 നമുക്ക് 480 ആണ്, 480. ദെൻ P0 Q1 is 640. അടുത്ത P1 Q1 420. അടുത്ത P0 Q1 560. അടുത്തത് P1
Q naught 60 into 50, that is around 3000. Then അടുത്തത് P naught Q naught എത്ര P naught Q naught എത്രയാണ് 3600. then P1 Q1 എത്രയാണ് P1 Q1 4000. അടുത്ത് P naught Q1 4800. സോ നമുക്ക് P1 Q naught കിട്ടി, P naught Q naught കിട്ടി, P1 Q1 കിട്ടി, P naught Q1 കിട്ടി. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഐറ്റംസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എത്ര n ഉണ്ടെന്നുള്ളത് നമുക്ക് കിട്ടി 5 ആണ്. ഇനി നമ്മൾ ജസ്റ്റ് ഈ Q നോട്ടിൻ്റെയും P നോട്ട് Q1 P നോട്ട് ഇതിൻ്റെ ജസ്റ്റ് സമ്മ്, ഓരോ കോളത്തിൻ്റെ സമ്മെന്ന് കണ്ടുവച്ചാൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. സോ ദാറ്റ് ഇസ് 270. P നോട്ട് എന്ന് പറഞ്ഞാൽ 104. ദെൻ Q1ൻ്റെ സമ്മെന്ന് പറഞ്ഞാൽ 300 ആണ്. P1ൻ്റെ 88 ആണ്. P1 Q നോട്ട് 4920. ദെൻ P നോട്ട് Q നോട്ടിൻ്റെ സമ്മ് 5880. ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക എല്ലതും. 6160 കിട്ടി. അടുത്തത് 7400. ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തു. ഇനി പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് പേഴ്സ് മെത്തേഡ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനാണ്. ലാസ്റ്റ് പേഴ്സ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക. ആൻസർ P1 Q നോട്ട് സിഗ്മ P1 Q നോട്ട് ബൈ സിഗ്മ P നോട്ട് Q നോട്ട് ഇൻറ്റു 100. ഇത്രേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ P1 Q നോട്ട് എത്ര 4920 ഡിവൈഡ് ബൈ P നോട്ട് Q നോട്ട് എത്രയാണ് 5880 ഇൻറ്റു 100. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത്ര ആൻസർ കിട്ടുക 83.67% ഇൻറ്റു 100 ആണ്. അപ്പം പെർസെൻറ്റേജിൽ ഓക്കെ. അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പാഷേഴ്സ് മെത്തേഡ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. പാഷേഴ്സ് മെത്തേഡ് സിഗ്മ P1 Q1 by sigma P naught Q1 into 100. സോ എല്ലാം നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. P1 Q1 6160 ഡിവൈഡ് ബൈ 7400 ഇൻറ്റു 100. ഇത് ചെയ്ത് എത്ര കിട്ടുന്നത് ചെയ്ത് നോക്കാം 83.24. അടുത്തത് ഫിഷേഴ്സ് മെത്തേഡ് വ്യത്യാസമുള്ളൂ, ഒരു റൂട്ട് വരുന്നുണ്ട്, അത്ര വ്യത്യാസമുള്ളൂ. ഫിഷേഴ്സ് മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഇതാ മതി സിഗ്മ P1 Q നോട്ട് ഡിവൈഡ് ബൈ സിഗ്മ P നോട്ട് Q നോട്ട് ഇൻറ്റു സിഗ്മ P1 Q1 ബൈ സിഗ്മ P നോട്ട് Q1 ഇൻറ്റു sigma P1 Q1 by sigma P naught Q1 into 100, right? So നമുക്ക് P1 Q naught sigma P1 Q naught കിട്ടിയിട്ടുള്ളത് എത്രയാണ് 4920 divided by 5880 into 6160 divided by 7400 into 100. 7400 into 100. So that we will get എത്രയാണ് കിട്ടുന്നത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം 83.46 ആണ് കിട്ടുന്നത്. 83.46 ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം 83.46. ദെൻ ഫിഷേഴ്സ് മെത്തേഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഓക്കെ നമ്മുടെ ഡോർബിഷ് ആൻഡ് ബൗളിസ് മെത്തേഡാണ്.
നോക്കാം. സിഗ്മ P1 Q0 by sigma P0 Q0 plus sigma P1 Q1 by sigma P0 Q1 divided by 2 into 100. ജസ്റ്റ് വാല്യൂസ് അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. സിഗ്മ P1 Q0 നമുക്ക് കിട്ടില്ല 4920 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 5880 പ്ലസ് 6160 divided by 7400 divided by 2 into 100. ആൻസർ എത്രയാണ്? 83.45 ആണ് കേട്ടോ. ജസ്റ്റ് 4920 by 5880 ചെയ്യാം, അത് കാണാം. പ്ലസ് 6160 divided by. നെക്സ്റ്റ് ഇസ് മാർഷൽ എഡ്ജ്വർത്ത് മെത്തേഡ്. മാർഷൽ എഡ്ജ്വർത്ത് മെത്തേഡ് ഫോർമുല അതുപോലെ കൊടുക്കുക. സിഗ്മ P1 Q0 പ്ലസ് സിഗ്മ P1 Q1 divided by സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P0 Q1 into 100. ഓക്കെ, ജസ്റ്റ് വാല്യൂസ് എടുത്തെഴുതിയാൽ മതി. റൈറ്റ്. സോ നമുക്കിവിടെ സിഗ്മ P1 Q0 ഒക്കെ ഉണ്ട്. 4920 ആണ്. 4920 പ്ലസ് സിഗ്മ P1 Q1. സിഗ്മ P1 Q1 എത്ര? സിഗ്മ P1 Q1 is 6160. റൈറ്റ്, 6160 ആണ്. divided by sigma P0 Q0 എത്രയാണ്? sigma P0 Q0 is 5880 plus 7400, അതായത് sigma P0 Q1 എത്രയാണ്? 7400 into 100. ജസ്റ്റ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. 4920 plus 6160 divided by 5880 plus 7400 into 100. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 83.43. ഓക്കെ, 83.43 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ അതാണ് എന്ത് ഈ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 5 മെത്തേഡ് വെച്ചിട്ടും ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.